പ്രിയമുള്ളവരെ നമസ്കാരം. പശ്ചിമേഷ്യയിലെ സംഭവങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് ഏകദേശം 80 ലക്ഷം ടണ്ണിൽ അധികം എണ്ണ ഇറാനിൽ നിന്ന് ചൈന വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടാണ്. അത്രത്തോളം എണ്ണ ചൈന ഇറാനിൽ നിന്ന് വാങ്ങുവാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന വാർത്തയാണ്. നേരത്തെയും മാധ്യമ വിശകലനങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ചൈനയാണ് ഇറാൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെ പിടിച്ചു നിർത്തുന്നത് എന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു. കാരണം ഇറാൻ പതിറ്റാണ്ടുകളായി ഉപരോധം നേരിടുന്ന ഒരു രാജ്യമാണ്. അമേരിക്കയുടെ ഭാഗത്തു നിന്നും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിൽ ഉപരോധം നേരിടുന്ന രാജ്യമാണ് ഇറാൻ. ഇറാൻ്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് മിക്കപ്പോഴും ചൈന വാങ്ങുന്ന എണ്ണയാണ് എന്ന രീതിയിൽ തന്നെയാണ് വിശകലനങ്ങളൊക്കെ പുറത്തു വരുന്നത്. പകരം ഇറാനിൽ നിന്ന് വാങ്ങുന്ന എണ്ണയ്ക്ക് പകരമായി ചൈന കൊടുക്കുന്നത് എന്ന് വെച്ചാൽ ഇറാൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിച്ചു നൽകുക എന്നതുമായി ബന്ധപ്പെട്ടാണ്. റോഡുകൾ, അതുപോലെ റിഫൈനറികൾ, ഫാക്ടറികൾ എന്നിവ നിർമ്മിച്ചു നൽകുന്ന ഒരു പ്രക്രിയയാണ് എണ്ണയ്ക്ക് പകരമായിട്ട് ചൈന ഇറാന് നൽകുന്നത്. ഇപ്പോൾ അമേരിക്ക കൂടുതൽ ശക്തമായ രീതിയിൽ ഇറാനുമായിട്ട് ഉപരോധങ്ങൾ പ്രഖ്യാപിക്കാൻ പോവുകയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ തന്നെ ഉപരോധത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്ന സമയത്ത് ചൈന കൂടുതൽ എണ്ണ വാങ്ങുവാൻ എടുക്കുന്ന തീരുമാനത്തെ ഈ അമേരിക്കയുടെ ഏക ധ്രുവ ലോക ക്രമീകരണത്തിനുള്ള തിരിച്ചടിയായിട്ടാണ് മാധ്യമങ്ങളൊക്കെ വിശകലനം ചെയ്യുന്നത്. നേരത്തെ ഉണ്ടായിരുന്നത് പോലെ അമേരിക്കയ്ക്ക് ചുറ്റും മാത്രമല്ല ലോകം തിരിയുന്നത് എന്ന് കാണിക്കുവാനുള്ള ചൈനയുടെ ശ്രമമായിട്ടാണ് ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നത്. കാരണം ഇപ്പോൾ അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ അമേരിക്കയെതിരായി നീങ്ങുന്ന രാജ്യങ്ങളെ, അമേരിക്ക ഏതൊക്കെ രാജ്യങ്ങൾക്കെതിരായിട്ട് നീങ്ങുന്നുവോ ആ രാജ്യങ്ങളുമായിട്ട് ചൈനയും റഷ്യയും ഒക്കെ ബന്ധം സ്ഥാപിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ അടുത്ത ദിവസങ്ങളിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കുകയാണ്. മാത്രമല്ല ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ശത്രുതയൊക്കെ പറഞ്ഞവസാനിപ്പിച്ച് രമ്യതയുടെ ഒരു ശ്രമം നടക്കുന്നതായിട്ട് നയതന്ത്ര മേഖലകളിലൊക്കെ അത്തരം ശ്രമങ്ങൾ നടക്കുന്നതായിട്ട് നമുക്ക് വീക്ഷിക്കാൻ പറ്റും. അതായത് അമേരിക്ക ഇന്ത്യയുമായിട്ട് തെറ്റുന്ന സന്ദർഭത്തിൽ അമേരിക്കക്കെതിരായിട്ടുള്ള റഷ്യയും ചൈനയും ഒക്കെ ഇന്ത്യയുമായിട്ട് ഒന്നിച്ചു പോകുന്നു. അതുപോലെ തന്നെയാണ് ഇറാൻ്റെ ഒരു സംഭവം എടുത്താലും ഇറാൻ എപ്പോഴൊക്കെ അമേരിക്കയിൽ നിന്ന് ഇത്തരം ഭീഷണികളെ നേരിടുമ്പോൾ അപ്പോഴൊക്കെ ചൈന ഒപ്പമെത്തുന്നു എന്ന ഒരു സവിശേഷതയുണ്ട്. മാധ്യമങ്ങളുടെയൊക്കെ വിശകലന പ്രകാരം കോൾഡ് വാറിന് ശേഷം ഉണ്ടായിരുന്ന ആ അമേരിക്ക ഏക ധ്രുവീകരണ ലോകക്രമത്തിന് മാറ്റം സംഭവിക്കുന്നു. റഷ്യയും ചൈനയും കൂടുതൽ ലോക നേതൃത്വത്തിലേക്ക് എത്തുന്നു എന്ന ഒരു വിശകലനം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്ന ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. മറ്റൊന്ന്, ഈ ഇറാൻ്റെ പരീക്ഷണവുമായി ബന്ധപ്പെട്ടാണ്. ഇറാൻ അവരുടെ നാവിക സേനയുടെ പ്രകടനത്തിൽ വളരെ കൃത്യമായി വിക്ഷേപിക്കുവാൻ പറ്റുന്ന 40-നും 50-നും ഇടയിൽ ബാലിസ്റ്റിക് മിസൈലുകൾ പരീക്ഷിച്ചു എന്ന വാർത്താ മാധ്യമങ്ങൾ, ഇറാനി മാധ്യമങ്ങൾ പ്രധാനമായും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഖാദർ, അതുപോലെ ഖാദർ 110 മുതലായ കൃത്യതയാർന്ന മിസൈലുകളുടെ പരീക്ഷണ വിജയമുണ്ടായതായി മാധ്യമ റിപ്പോർട്ടുകളുടെയൊക്കെ ഇറാനി മാധ്യമങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നുണ്ട്. നാവികസേനയുടെ കപ്പലുകളിൽ നിന്ന്, ഇറാൻ്റെ നാവികസേനയുടെ കപ്പലുകളിൽ നിന്ന് വളരെ കൃത്യമായി തന്നെ അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഇത്തരം മിസൈലുകൾ പരീക്ഷിച്ചു വിജയിച്ചു എന്ന ഒരു പ്രത്യേകത കൂടി എടുത്തു പറയുന്നുണ്ട്. ഒപ്പം അയൺ ഡോമുകളുടെ പ്രതിരോധിക്കാവുന്ന തരത്തിലുള്ള ഡ്രോണുകളുടെ പരീക്ഷണവും ഇറാൻ നാവികസേനയുടെ ഭാഗത്തു നിന്നുണ്ടായി. AI സാങ്കേതികത ഉപയോഗിച്ച് ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ തകർക്കുന്ന രീതിയിലുള്ള സാങ്കേതിക തികവ് ഇറാൻ നേടിയതായിട്ടുള്ള ചില വിശകലനങ്ങളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട ഇറാൻ ഈ അടുത്ത ദിവസങ്ങളിൽ ഹോർമൂസ് കടലിടുക്കിലും ഒക്കെ നടത്തിയ, ഒമാൻ കടലിടുക്കുകളൊക്കെ നടത്തിയ പരീക്ഷണങ്ങളെ അതിനെയൊക്കെ ക്രോഡീകരിച്ചുകൊണ്ടുള്ള പത്ര റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അതായത് ഇറാൻ്റെ ഒരു നാവിക പ്രകടനം അത് ലോകത്തിൻ്റെ മുന്നിൽ തങ്ങൾ മിസൈൽ രാജാക്കന്മാരാണ് എന്നൊരു യാഥാർത്ഥ്യം വിളിച്ചറിയിക്കുന്ന തരത്തിലുള്ളതായിരുന്നു എന്ന് തന്നെയാണ് മാധ്യമ വിശകലനങ്ങളൊക്കെ വരുന്നത്. ഇറാൻ്റെ ഡ്രോണുകളും മിസൈലുകളും വളരെ കൃത്യതയാർന്നതാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന രീതിയിലുള്ള പരീക്ഷണങ്ങൾ തന്നെയാണ് ഈ കടലിടുക്കിൽ, അതായത് ഹോർമൂസ് കടലിടുക്കിലും ഒപ്പം ഒമാൻ കടലിടുക്കിലും നടന്നത് എന്ന വിശകലനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിറഞ്ഞു നിൽക്കുന്നു. തൽക്കാലം ഈ വീഡിയോ എവിടെ വാങ്ങിയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ ലോക വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.